അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. വലിയൊരു സിഗ്നൽ. ഈ ബുൾജെറ്റ് വ്ളോഗർമാരായ ലിബിൻ, എബിൻ എന്നിവരെയാണ് ഈ ബുൾജെറ്റിന്റെ വാഹനം മോട്ടോ വകുപ്പ് കസ്റ്റഡിയിലെടുത്തതുമായി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. വിട്ടോ, തിരിഞ്ഞു നോക്കണ്ട. സ്ലോ മോഷനിൽ നടക്കാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് കൂടി പറയാമായിരുന്നു. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഈ ബുൾജെറ്റ് യൂട്യൂബർമാരുടെ നെപ്പോളിയൻ എന്ന കാരവാനാണിത്. ഇത് കഴിഞ്ഞ ദിവസം നിയമലംഘനങ്ങളുടെ പേരിൽ RTO കസ്റ്റഡിയിലെടുത്തു. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? ഇവിടുത്തെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടായി അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റ്. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാലാ? അയ്യോ അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. പള്ളി പെരുന്നാൾ പോലെ വിളിച്ചോ. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് ഈ ലോറി പിടിച്ചു വെച്ചിരിക്കും. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. சஜி யாரு சொன்னா என்ன சொல்றதுல பாயிண்ட் இருந்தா நம்ம எடுத்துக்கணும்ல. പക്ഷേ പിഴ ഒടുക്കാൻ വിസമ്മതിച്ച എബിനും ലിബിനും ഉദ്യോഗസ്ഥരോട് കയർത്തു, പ്രശ്നമുണ്ടാക്കി. ലൈവ് ചെയ്ത് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നെന്നാരോപിച്ച് ഫോളോവേഴ്സിനെയും ആവശ്യം കൊള്ളിച്ചു. ഞങ്ങളുടെ ടീമിനോടെങ്ങാനും ഉടക്കം വന്നാലുണ്ടല്ലോ, നിന്നെ വെറും തെണ്ടി പിള്ളേരെ കൊണ്ട് ഞാൻ തല്ലിക്കും. കാണണോ പാഞ്ചി? ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ലാത്ത വികാരങ്ങൾ മാത്രമുള്ള ആൾക്കൂട്ടങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളത് കേരളം പോലത്തെ ഒരു സമൂഹം ഭയപ്പെടേണ്ട ഒന്നാണ്. തനിക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? ഒന്ന് രണ്ട് മുദ്രാവാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചെന്ന് വെച്ച് അത് എല്ലായിടത്തും കയറി അലർന്നത് ശരിയല്ല. കേരളം കത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപാഹ്വാനമാണ്. എമർജൻസി സിറ്റുവേഷൻ. അതെ, എമർജൻസി സിറ്റുവേഷൻ. ഇത് ധാരണക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ്. വെടിയെങ്കിൽ വെടി, വടിയെങ്കിൽ വടി, എന്തിന് ഏതിന് മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? ഇവൻ ശരിയല്ല, നമ്മളാരും ശരിയല്ല. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യമായ ലോറി അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. ഈ ബുൾജെറ്റിന്റെ വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കി. അത്രയും വേണോ സാർ? വേണം. അത് മോശമായി പോയി. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. ആശാന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. അതിപ്പോ ഏതും എടുക്കணும் ഒരു അബദ്ധം പറ്റാലോ പറ്റൂലോ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് തറവാട്ടി വെച്ച് കാണാം.